ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ കുറച്ച് കാരയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതൊന്ന് അച്ചാറിടാനാണ് പോണത്. നമുക്ക് 3 പച്ചമുളക് വേണം, 7-8 കഷ്ണം വെളുത്തുള്ളി വേണം, അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി വേണം. നമുക്കിത് വൃത്തിയാക്കി കൊണ്ടുവരാം. നമ്മളിത് കാരയ്ക്ക വൃത്തിയായി 3-4 വെള്ളം കഴുകി 2-3 ഒരു കാരയ്ക്ക 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കണം. പിന്നെ നമ്മൾ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ വേണം. നമുക്കിനി ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. കാരയ്ക്ക അടുപ്പ് കത്തിച്ച് ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറ നല്ല രീതിയിൽ പോകാനാണ് നമ്മളിത് പുഴുങ്ങി എടുക്കുന്നത്, വേവിച്ച്. നമുക്കിനി ആ സമയത്ത് വെളുത്തുള്ളിയും കാരയ്ക്കയെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് കുറച്ചും കൂടി വെന്തിട്ട് നമുക്ക് ഇത് ഊറ്റിയെടുക്കണം. വെള്ളം വേണ്ട. നമ്മൾ കാരയ്ക്കയെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റി ഇഞ്ചിയും വെളുത്തുള്ളി മസാലയെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ട് നമുക്കിനി ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് തിളച്ച വെള്ളം, നമ്മളിത് ശകലം വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ വേറുള്ളതിലൊന്നും ഞാൻ വെള്ളം ഇതുവരെ ചേർക്കാതെയാണ് അച്ചാറിടുന്നത്. ഇതിനകത്തൊക്കെ പിടിക്കാറുണ്ട്, കട്ടിയുള്ള തോടൊക്കെ ആയതുകൊണ്ടാണ്. നമുക്കിനി തിളച്ച് എണ്ണയൊക്കെ മീതെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. നമുക്കിനി കാരയ്ക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കാം. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കീറി വെച്ചത് കാരണം ഇതിനകത്തുകൂടി നല്ല അരപ്പെല്ലാം പിടിച്ച് അടിപൊളിയാണ്. ചോറൊക്കെ കഴിക്കാൻ കാരയ്ക്ക കിട്ടിയാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ അച്ചാറിടണം. വെളുത്തുള്ളി ഇനി ശരിക്ക് ചേർക്കുന്നത് കുഞ്ഞുങ്ങൾ കഴിച്ചാലും വയറ്റിനൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ്. നമ്മൾ വേവിച്ചെടുത്ത് ഇതിൻ്റെ കറയെല്ലാം കളയാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചാൽ നമുക്ക് അച്ചാർ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല മണമാണ്. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ആ കായത്തിൻ്റെയൊക്കെ അതുപോലെ നിങ്ങളെല്ലാവരും കിട്ടിയ ചെയ്യണം. ചോറിന് അടിപൊളിയാണ്, സൂപ്പർ അച്ചാറാണ്. നമുക്ക് ഇത് ലൈറ്റിൻ്റെ വെള്ളത്തിൽ ഇത്രയും നിറമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയൊന്നും ഉപയോഗിക്കില്ല. നല്ല നാടൻ രീതിയിലാണ് ചെയ്യണത്. നമുക്ക് നിങ്ങളെല്ലാവരും ഇട്ട് നോക്കുക, അതിൽ കമൻറ്റ് ചെയ്യുക.